ഇന്ത്യക്കാർക്ക് ഗൾഫ് രാജ്യങ്ങളിൽ ബഹുമാനം ലഭിക്കുന്നതിൽ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പങ്ക് വലുതാണെന്ന് വിദേശകാര്യമന്ത്രി അഡ്വക്കേറ്റ് എസ് ജയശങ്കർ. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ വി മുരളീധരന്റെ പങ്ക് നിർണായകമായെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലം കരട് വികസന രേഖ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എസ് ജയശങ്കർ. മഹാമാരിക്കാലത്തും യുദ്ധമുഖത്തും രാജ്യം നടത്തിയ രക്ഷാദൌത്യങ്ങളെ നയിച്ച മുരളീധരന്റെ നേതൃപാടവം മികച്ചതെന്നാണ് എസ് ജയശങ്കർ വിശേഷിപ്പിച്ചത്. പാസ്പോർട്ട് സേവനങ്ങളിൽ രാജ്യത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളും പ്രവാസിക്ഷേമം മുൻനിർത്തി വി മുരളീധരൻ നടത്തിയ നിരന്തര ഇടപെടലുകളെയും തന്റെ വലം കൈയായി പ്രവർത്തിച്ച കാര്യങ്ങളെയും വിദേശകാര്യമന്ത്രി ഓർത്തെടുത്തു. So I will limit it to 2 or 3 very direct experiences that I've had. All of you travel to the Gulf. Please see today how much respect we are getting in the Gulf. How it was 10 years ago, how it is today. And to do that, you have to continuously go there, build relationship, meet people, talk to people, look at the community's problems, deal with it in great detail. And that is something that Muralidharanji has really been doing. The second is actually during the COVID time. I think perhaps all of you may not know, during COVID time from many countries in the Gulf, they sent back very large number of people. Actually for India, we were treated very, very nicely. Much less people had to come back. ജനപങ്കാളിത്തത്തോടെയുള്ള വികസന പദ്ധതികളിലൂടെയാണ് നരേന്ദ്രമോദി ജനാധിപത്യത്തെ കരുത്തുറ്റതാക്കിയതെന്നും അതാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലും നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വി മുരളീധരൻ പറഞ്ഞു. ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്നതാണ് വികസന രേഖയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നരേന്ദ്രമോദിജി ഓരോ തെരഞ്ഞെടുപ്പിന് മുൻപും അദ്ദേഹം മാനിഫെസ്റ്റോ അല്ല പുറത്തിറക്കുന്നത്. അദ്ദേഹം പുറത്തിറക്കുന്നത് സങ്കല്പ പത്രമാണ്. എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞാപത്രം. ഞങ്ങളെ തെരഞ്ഞെടുത്താൽ ഞങ്ങളിത് നടപ്പിലാക്കും എന്നുള്ള പ്രതിജ്ഞ, അതാണ് സങ്കല്പ പത്രം. അതേ പാതയിലാണ് ഈ വികസന രേഖ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. നാടിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അത് നടപ്പാക്കുന്ന ജനപ്രതിനിധിയായിരിക്കും എന്നുള്ള ഉറപ്പ്, ആ ഉറപ്പാണ് ഇതിലൂടെ ഈ മണ്ഡലത്തിന് നൽകുന്നത്. ഈ മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ അവിടുത്തെ 13 കേന്ദ്രങ്ങളിൽ നടത്തിയ ചർച്ചകൾക്കും കൂടിക്കാഴ്ചകൾക്കും ശേഷം തയ്യാറാക്കിയതാണ് ഈ രേഖ. ആറ്റിങ്ങലിന്റെ പുരോഗതി മോദിയുടെ ഗ്യാരണ്ടി എന്ന തലക്കെട്ടിൽ തയ്യാറാക്കിയ വികസന രേഖയുടെ കരടാണ് പ്രകാശനം ചെയ്തത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ 13 ജനങ്ങളുമായി നേരിട്ട് സംസാരിച്ചാണ് കരട് തയ്യാറാക്കിയത്. കൂടുതൽ പൊതുജനാഭിപ്രായം ഉൾപ്പെടുത്തി അന്തിമരേഖ പ്രസിദ്ധീകരിക്കുവാനാണ് പദ്ധതിയിട്ടിട്ടുള്ളത്. ജനം, തിരുവനന്തപുരം.